പിന്നെ രേണു ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഏത് ടൈമിലും നമ്മളെ കൂടെ നമ്മുടെ ചങ്കാണെന്ന് പറഞ്ഞ് പറ്റിച്ചേർന്ന് കുറേ ആളുകൾ വരും. രേണുവിന് ഇപ്പം അങ്ങനെ കുറേ ആളുകളെ കിട്ടിയിട്ടുണ്ട്. രേണു മനസ്സിലാക്കണം, ഇവരുടെ സപ്പോർട്ട് കൊണ്ടല്ല രേണു ഇവിടെ എത്തിയത്. ഈ വീഡിയോ കാണുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണ പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് രേണു ഇവിടെ എത്തിയത്. അപ്പോൾ ഈ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ചങ്കുകൾ പലതും പറഞ്ഞു തരും, അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്. ഇപ്പോൾ രേണുവിൻ്റെ പോക്ക് അത് കേട്ടിട്ടാണ്. അവരങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ, വീട്ടുകാർ അത് കംപ്ലൈൻറ്റ്, നീ എന്ത് പറയാത്തത്, നീ ഇപ്പം നല്ല ഹൈപ്പിൽ നിൽക്കുകയില്ലേ, ഇപ്പം നിനക്ക് എന്ത് വേണോ പറയാം. ആ ഒരു ജാട രേണുവിൻ്റെ മുഖത്തും ഭാവത്തിലും നിങ്ങളുടെ ചലനത്തിലും എല്ലാം വന്നിട്ടുണ്ട്. പണ്ടത്തെ രേണുവിൻ്റെ ഒരു താഴ്മയും അത് അഭിനയിക്കുന്ന ആയാലും ശരി ഒറിജിനൽ ആയാലും ശരി, അതൊന്നും ഇപ്പോൾ ഒരു സംസാരത്തിൽ രേണുവിനില്ല. അഥവാ രേണുവിൻ്റെ അച്ഛൻ പറഞ്ഞാൽ തന്നെയും ഇയാളെ വിലക്കേണ്ടത്, അച്ഛൻ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വിലക്കാനുള്ള മര്യാദയും ബോധമെങ്കിലും രേണുവിന് വേണമായിരുന്നു. അതെല്ലാവർക്കും അറിയാം. ഇപ്പം രേണുവിന് നോക്കിക്കോ, ഒരുപാട് സപ്പോർട്ട് രേണുവിന് ഇനി കുറയും. കാരണം ഈ ഒരു വീട് വിഷയം വന്നതോടുകൂടെ പിന്നെ അവരെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അവർ ക്യാഷ് വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നവർക്ക് മാത്രമേ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊടുക്കാനുള്ള ന്യായമുള്ളൂ. നിങ്ങൾക്കത് ചെയ്തു തരേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് മതിൽ കെട്ടിത്തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങി തരേണ്ട കാര്യമില്ല. അവിടെ ഒരു മാറ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞ് രേണു ചോദിച്ചത് ഒരു കേസ് പറയുന്നു. അതിനെക്കുറിച്ച് ഒരിക്കലും രേണു പറഞ്ഞിട്ടില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എല്ലാ വീഡിയോയിലും പറയുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരാൾ ചെയ്തു തരുമ്പോൾ നമ്മൾ താഴ്മയോടും വിനയത്തോടു കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ ഇതൊന്നും അവർക്ക് ചെയ്തു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു പ്ലെയിനായിട്ടൊരു വീട് കെട്ടിത്തന്നാൽ മാത്രം മതി. ഇതെല്ലാം ചെയ്തത് അവരുടെ മിസ്റ്റേക്കുകളാണ്. ഞാൻ ഫിറോസിക്കയോട് പറയുന്നതാണ്, ഫിറോസിക്ക ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് മതിൽ കെട്ടിക്കൊടുത്തതും ഫർണിച്ചർ വാങ്ങിക്കൊടുത്തതും. വീട് പ്ലെയിനായിട്ട് ചെയ്ത് കൊടുത്തിട്ട് പോകേണ്ടത് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ അധികം ചെയ്തതുകൊണ്ട് കിട്ടിയ ശിക്ഷയാണ്. താങ്കൾ ഇതിന് അർഹനാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ വീട് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊടുക്കുന്നത് അതിലും വലിയ അർഹതയില്ലായ്മയാണ്. കാരണം രേണുവിന് ജോലിയുണ്ട്, പണമുണ്ട്, വർക്കുണ്ട്, രേണുവിന് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആൾബലമുണ്ട്, എല്ലാം രേണുവിനുണ്ട്. ഇനി ഒന്നുമേ രേണുവിന് ഒരു രൂപ പോലും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ ഇനി അത് ചെയ്യുന്നത് നന്ദികേടാണ്, അത് മാന്യമായിട്ടുള്ളൊരു പരിപാടിയല്ല എന്ന് തന്നെ ആരുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിലും ഫിറോസിക്ക് അത് ചെയ്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ 100%.